ഹായ് കൂട്ടുകാരെ, പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി ഞങ്ങളിന്ന് കൊണ്ടോട്ടിയിലെ ചിറയിൽ ഗാർഡൻസിലേക്ക് വന്നതാണ്. എന്തിനാണെന്നല്ലേ, പലതരം ചെടികളും മരങ്ങളും കണ്ടു പരിചയപ്പെടാനും അറിയാനുമെല്ലാമാണ് വന്നത്. ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ, ഞെട്ടിപ്പോയി. സംഗതി കളറാട്ടോ. നടന്ന് ഒരുപാട് കാണാനുണ്ട്. എത്ര വിധം മാവുകളും പ്ലാവുകളുമാണുള്ളത്. ബട്ടർഫ്രൂട്ടിന്റെ തൈകളുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. തെങ്ങിൻ തൈ, കവുങ്ങുൻ തൈ, പുലാസൻ, ലോങ്ങൻ, സപ്പോട്ട, ജാമ്പക്ക തുടങ്ങി നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്നതും കാണാത്തതുമായ പലവിധം ചെടികളും മരങ്ങളും ഇവിടെ കാണാം. അവിടെ ഉണ്ടായിരുന്ന ബിജു ചേട്ടൻ ഞങ്ങൾക്ക് ഗ്രാഫ്റ്റിങ്ങും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ റോൾ സ്റ്റോക്കിൽ എത്ര ആഴത്തിലാണോ കയറിയത് അതേ ആഴത്തിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ തൊലികളും ചെത്തുക. ആപ്പിൻ്റെ ആകൃതിയിൽ നമ്മൾ രണ്ട് ഭാഗവും തൊലി ചെത്തി. അതിനുശേഷം നമ്മൾ ഈ റോൾ സ്റ്റോക്കിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വശം കറക്റ്റാക്കുക. കണ്ട, ഏതെങ്കിലും ഒരു വശം കറക്റ്റാക്കിയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഈ ബട്ടിങ് ഷീറ്റ് ഉപയോഗിച്ച് ഇതിൻ്റെ അടിഭാഗത്ത് ആദ്യം നന്നായി ടൈറ്റിലൊന്ന് ചുറ്റുക. ചുറ്റിയതിന് ശേഷം ഒന്ന് വലിക്കുക. എന്നിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ചുറ്റി ഒന്നിനു മേലെ ഒന്നായി ചുറ്റി മുകളിലേക്ക്. ഞാനിതൊക്കെ ആദ്യമായാണ് കാണുന്നത്. സംഗതി സൂപ്പർ അല്ലേ? ഇവിടെ നിന്ന് വിൽക്കുന്ന ചെടികളെല്ലാം ഇതുപോലെയാണ് ഉൽപ്പാദിക്കുന്നത്. പിന്നീട് ഞങ്ങൾ ഇവിടത്തെ മീൻകുളം കാണാൻ പോയി. പ്രത്യേകം തയ്യാറാക്കിയ 4-5 അക്വേറിയങ്ങളിലാണ് മീനുകൾ വളർത്തുന്നത്. ഇതിലെ വെള്ളം ചെടികൾക്ക് വളമായി ഉപയോഗിക്കുന്നു. അപ്പൊ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പാരന്റ്സിനെ കൂട്ടി ചിറയിൽ ഗാർഡൻസിലേക്ക് വരണം. ഇവിടുത്തെ ചെടികൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് വാങ്ങുകയും ചെയ്യാം. ഞാൻ സാജിദ ടീച്ചർ, TIO UPS പെരുവള്ളൂരിൽ നിന്നാണ്. ഞങ്ങൾ കുട്ടികളായിട്ട് വന്നതാണ്. ഇവിടെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുട്ടികളിൽ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഞങ്ങളുടെ പാഠഭാഗം സയൻസിലെ 7ാം ക്ലാസ്സിലെ സയൻസിലെ പാഠഭാഗമുണ്ട്. ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പഠിക്കാനും ഒരുപാട് ഉപയോഗപ്രദമായ തൈച്ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള തൈച്ചെടികളാണ് ഇവിടെ ഉള്ളതെന്നും ആ തൈച്ചെടികൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ആ രീതി ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വർഷം ഇവിടേക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. വളരെ ഉപകാരപ്രദമായ ക്ലാസ്സാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു തരാൻ ഇവിടുത്തെ സ്റ്റാഫ് ബിജു നന്നായി കാര്യങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. പ്രായോഗിക തലത്തിൽ തന്നെ അത് പ്രാക്ടിക്കലായിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. ഇത് വളരെയധികം ഉപകാരപ്രദമായി. അത് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഈ കുട്ടികൾക്ക് പഠിക്കുന്ന നമ്മുടെ വരും തലമുറകൾക്ക് ഇങ്ങനെയൊക്കെ ചെടികളും ഇതൊക്കെ എങ്ങനെയൊക്കെ ഉൽപ്പാദിപ്പിക്കാം, എങ്ങനെയൊക്കെ നമ്മുടെ 2 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 3 കൊല്ലം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കായ്ഫലങ്ങൾ കിട്ടാമെന്നുള്ളതും, അത് സ്വന്തമായിട്ട് വളരെ കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിന് പകരം സ്വന്തമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള രീതിയൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണിച്ചു തന്നു. ഈ സ്ഥാപനത്തിലൂടെ ഞങ്ങളും ഞങ്ങളുടെ സ്കൂളും ഒക്കെ കടപ്പെട്ടിരിക്കുന്നു.